ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ബർഗർ ജേണലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ബർഗറിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ബർഗറിൻ്റെ പിക്ചേഴ്സാണ്. അപ്പോൾ പിക്ചേഴ്സ് ഇവിടെ ഉണ്ട്. അടുത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു A4 സൈസ് ഷീറ്റ് പേപ്പർ രണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ പശ, പിന്നെ കളറ്, പിന്നെ ബർഗറിൻ്റെ ആ കട്ട് ചെയ്ത പീസസ്, പിന്നെ കത്രികയും കൂടി വേണേ മറന്നുപോയി. അപ്പോൾ നമുക്ക് ആദ്യം ബർഗറിൻ്റെ ആ പീസസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആ A4 സൈസ് ഷീറ്റിൻ്റെ ഒരു പേപ്പറിൽ ഹാഫ് കട്ട് ചെയ്ത ഒരു പേപ്പറിലാണെങ്കിൽ ആ ബർഗറിൻ്റെ അത് ഒട്ടിച്ചു കൊടുക്കാമേ. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ആ വലിയ ആ ബർഗറിൻ്റെ ഡിലീഷ്യസ് ബർഗർ എന്ന് എഴുതിയില്ലേ, അതിൽ പശ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പശ കൂടുതലായിപ്പോവല്ലേ, എനിക്ക് അറിയാതെ കൂടുതലായിപ്പോയി. അതുകൊണ്ട് ഞാൻ നല്ലോണം തേച്ചപ്പോൾ ഇച്ചിരി കൂടുതലായിപ്പോട്ടോ. അതുകൊണ്ട് ഞാൻ മറ്റേ വേറൊരു പിക്ചറിലും കൂടി ആ പശ ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അത് ഒട്ടിച്ചു കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ കയ്യിൽ പശ ഇരുന്നിട്ട് അത് മാറ്റിയതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് ഒരു ബർഗറിന് എഴുതിയെന്നതാണ് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ കുറേ നാളായി ഈ ജേണലിംഗ് ഒക്കെ ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇന്ന് ചെയ്യാമെന്ന് വെച്ചാൽ, കുറേ നാളും കൊണ്ട് ഇത് കട്ട് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും മറന്നു പോകും. അതുകൊണ്ടാണ് ഇന്ന് ഇച്ചിരി സമയം കിട്ടി, അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നോ എന്ത് വേണമെങ്കിലും എഴുതിക്കോ. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് എഴുതിക്കോട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് കുഞ്ഞു ബർഗേഴ്സ് ഉണ്ട്, 4 കുഞ്ഞു ബർഗേഴ്സ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് 3 വലിയ ബർഗറിൻ്റെ പിക്ചറും 4 ചെറിയ ബർഗറിൻ്റെ പിക്ചറുമാണ്. അപ്പോൾ ആദ്യം ഒട്ടിച്ചത് ഡിലീഷ്യസ് ബർഗർ, പിന്നെ വേറൊരു ബർഗർ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത അത്, പിന്നെ യാമി നമ്മൾ ഒട്ടിച്ചത്. അത്രയും 3 എണ്ണമാണ് വലിയ പിക്ചേഴ്സ്. അതുകൊണ്ടാണ് അത് ആദ്യമേ ഒട്ടിച്ചത്. അപ്പം ഇന്നപ്പോൾ നമ്മൾ 2 എണ്ണം ഒട്ടിച്ചു, 2 ബർഗർ. ഇനി നമുക്ക് മൂന്നാമത്തെ ഒട്ടിക്കാം. മൂന്നാമത്തെ പശ തേച്ച്, പശ പുറത്തോട്ട് വരുന്നില്ല. ഓക്കെ, പശ പുറത്തോട്ട് വന്നു. ഇനി ഒട്ടിച്ചു കൊടുക്കാമേ. അങ്ങനെ നമ്മൾ 4ാമത്തെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് 2 ചെറിയ ഇതുണ്ട് കട്ട് ചെയ്ത് വെച്ചാൽ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടും ഇതുമാണ്. ഇത് നമ്മുടെ ബർഗറിൻ്റെ ഒരു കളർ കോഡ് പോലത്തെയാണ്. യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇതാണ് കളർ കോഡ് പോലത്തെയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ അടുത്ത ഇതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഗൈസ് നമ്മളെല്ലാം ഒട്ടിച്ചു കൊടുത്തു. നല്ല അത് ഉണങ്ങാൻ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം ഇത് ഇനി നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമുക്ക് സ്കെച്ച് കളറ് എന്തെങ്കിലും ഇട്ട് വരയ്ക്കുക എന്തെങ്കിലും ചെയ്യണം. അപ്പം ഇത് ഉണങ്ങട്ടെ ഇച്ചിരി ഇരുന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ സൈഡിലാണ്. ഇനി നമുക്ക് മറ്റേ ഷീറ്റ് ഉണ്ടല്ലോ, ഹാഫ് പേപ്പർ, അതിൻ്റെ അകത്ത് ഇനി ഒട്ടിച്ചു കൊടുക്കാമേ ഇത്. ഓക്കെ, നമ്മളപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്കെച്ച് ചെയ്യാമേ. അപ്പോൾ നമ്മൾ ഇതിൽ 3 സ്കെച്ചാണ്. യെല്ലോ, ഓറഞ്ച്, റെഡാണ്. അപ്പം ആ കട്ട് ചെയ്ത ആ ഒട്ടിച്ച ആ സ്ഥലം ഉണ്ടല്ലോ, അതിൽ ഔട്ട്ലൈനായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ആദ്യം റെഡ് വരച്ചു, പിന്നെ ഇനി ഓറഞ്ച് ഇട്ട് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് 3 സ്കെച്ച് ഇട്ട് ഈ കളർസ് ഇട്ട് വരച്ച്. നമുക്ക് ആ 2 സൈഡിലും ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് യെല്ലോ ഇട്ട് വരയ്ക്കാമേ. ഓക്കെ, അപ്പോൾ നമ്മൾ യെല്ലോ ഇട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ എനിക്ക് ജേർണലിംഗ് എന്ന് പറയുന്നത് നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് ജേർണലിംഗ് ഇഷ്ടമാണോ അല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ ഇതാണ് ഫൈനൽ ലുക്കാണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ. അപ്പം അത്രയുള്ള വീഡിയോ. ബൈ ബൈ.